ഒരാൾ ആത്മഹത്യ ചെയ്യാൻ നദിയിലേക്ക് എടുത്തു ചാടാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ ഇത് ഒരു സന്യാസി കണ്ടു. സന്യാസി കാരണത്തെക്കുറിച്ച് ചോദിച്ചു. അയാൾ പറഞ്ഞു, ദൈവം വിലപ്പെട്ടതായിട്ട് എനിക്കൊന്നും നൽകിയിട്ടില്ല. ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും വേദനകളുമാണുള്ളത്. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യയ്ക്ക് തുനിഞ്ഞത്. അപ്പോൾ സന്യാസി പറഞ്ഞു, ഈ ഒരു ദിവസം നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. ഈ രാജ്യത്തെ രാജാവ് എൻ്റെ കൂട്ടുകാരനാണ്. നമുക്ക് ആ രാജാവിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാം. ഇവർ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. രാജാവ് പറഞ്ഞു, നിനക്ക് ഞാൻ 50 ലക്ഷം രൂപ തരാം. പകരം നീ നിൻ്റെ കണ്ണുകൾ എനിക്ക് നൽകണം. അയാൾ കണ്ണുകൾ കൊടുക്കാൻ തയ്യാറായില്ല. അയാൾ പറഞ്ഞു, പ്രകൃതിയെ ഞാൻ കാണുന്നത് കണ്ണുകൾ കൊണ്ടാണ്. എനിക്ക് ചുറ്റുമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ കാണുന്നത് കണ്ണുകൾ കൊണ്ടാണ്. ഈ കണ്ണില്ലാതെ എങ്ങനെ അവരെ എനിക്ക് കാണാൻ കഴിയും? അങ്ങ് എത്ര ലക്ഷം രൂപ തന്നാലും ഈ കണ്ണുകൾ ഞാൻ അങ്ങേക്ക് തരില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, നിന്റെ കാതുകൾ എനിക്ക് താ. അയാൾ കാതുകൾ കൊടുക്കാൻ തയ്യാറായില്ല. അയാൾ പറഞ്ഞു, പ്രകൃതിയുടെ സംഗീതം കേൾക്കുന്നത് ഞാൻ ഈ കാതുകളിലൂടെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്വരം ഞാൻ കേൾക്കുന്നത് ഈ കാതുകളിലൂടെയാണ്. അങ്ങ് എത്ര ലക്ഷം രൂപ തന്നാലും ഞാൻ ഈ കാതുകൾ അങ്ങേക്ക് തരില്ല. അപ്പോൾ രാജാവ് ചോദിച്ചു, നീയല്ലേ പറഞ്ഞത് ദൈവം നിനക്ക് വിലപ്പെട്ടതായിട്ട് ഒന്നും നൽകിയിട്ടില്ല എന്ന? ശരിക്ക് നിനക്ക് നൽകിയ നിന്റെ കണ്ണുകൾ പ്രിയപ്പെട്ടതല്ലേ? നിന്റെ കാതുകൾ പ്രിയപ്പെട്ടതല്ലേ? നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിനക്ക് പ്രിയപ്പെട്ടതല്ലേ? ശ്വസിക്കുന്ന വായു പ്രിയപ്പെട്ടതല്ലേ? നീ കഴിക്കുന്ന ആഹാരം പ്രിയപ്പെട്ടതല്ലേ? കുടിക്കുന്ന ജലം പ്രിയപ്പെട്ടതല്ലേ? പ്രിയപ്പെട്ടതെല്ലാം നൽകപ്പെട്ടിട്ടും അത് പ്രിയപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിയാനാവാത്തതാണ് നിന്റെ ദുഃഖം. പ്രതികൂല സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ തടസ്സങ്ങളല്ല. ആ തടസ്സങ്ങൾ നിന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു പാഠമാണ്. ഇതറിഞ്ഞ് നീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നിനക്ക് സമാധാനപ്പെടാൻ കഴിയുക. അതേപോലെ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് സമാധാനപ്പെടാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കി ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ